ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലെ ഓഡിയോ ലൈബ്രറി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റോയൽറ്റി ഫ്രീ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഫ്രീ ആയ മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ് എല്ലാം ക്രിയേറ്റേഴ്സിന് അവരുടെ വീഡിയോയ്ക്ക് നൽകുന്നതിന് യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി യൂസ് ചെയ്യാം. ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അവരുടെ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നൽകുന്നതിന് യൂട്യൂബിൻ്റെ ഈ ഓഡിയോ ലൈബ്രറി ആശ്രയിക്കാറുണ്ട്. എന്നാൽ നമ്മൾ യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്നും സോങ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അല്ലെങ്കിൽ ഇവ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഫ്യൂച്ചറിൽ പ്രോബ്ലംസ് എല്ലാം വരാം. ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഈ കാര്യം അറിയാം, എന്നാൽ തുടക്കക്കാരായ ചില യൂട്യൂബേഴ്സിന് ഈ കാര്യം അറിയാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ ഇത് ഒന്നുകൂടി പറയുകയാണ്. ഞാൻ എൻ്റെ വീഡിയോസിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നൽകുന്നതിന് വേണ്ടി യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട സോങ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഒരു ഫോൾഡറിലാക്കി വയ്ക്കുകയാണ് ചെയ്യാറ്. അതിനാൽ തന്നെ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊടുക്കുന്ന സമയത്ത് യൂട്യൂബ് ലൈബ്രറിയിൽ പോയി വീണ്ടും സെർച്ച് ചെയ്ത് എൻ്റെ ടൈം എല്ലാം കളയേണ്ട ആവശ്യം വരുന്നില്ല. നേരത്തെ തന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട മ്യൂസിക് എല്ലാം ഒരു ഫോൾഡറിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നതിനാൽ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ സോങ്സ് എല്ലാം സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നെ പോലെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് എല്ലാം റെഡിയായി ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാറുണ്ട്. യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നും നമുക്ക് വേണ്ട സോങ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നവർ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായി കാണുന്നതാണ് ഓഡിയോ ലൈബ്രറി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട മ്യൂസിക് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ സൗണ്ട് എഫക്ട്സ് എല്ലാമാണ് വേണ്ടതെങ്കിൽ ഇവിടെ സൗണ്ട് എഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് എഫക്ട്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം. എന്നാൽ ഇങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ സോങ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ നാലാമതായി വന്നിരിക്കുന്ന ഒരു സോങ്, ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വീഡിയോയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ വന്നിരിക്കുന്ന CC എന്നതിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. ഇവിടെ പറയുന്നത് നമുക്ക് ഈ സോങ് യൂസ് ചെയ്യാം, എന്നാൽ നമ്മൾ ഇതിൻ്റെ ആട്രിബ്യൂഷൻ ഇൻഫർമേഷൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്നാണ്. അപ്പോൾ എന്താണ് ഇത് എന്ന് നോക്കാം. മറ്റു സോങ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ആട്രിബ്യൂഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കറക്റ്റായി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം. എന്നാൽ ഇത്തരത്തിൽ വന്നിരിക്കുന്ന സോങ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആട്രിബ്യൂഷൻ കൊടുക്കണം. ഇങ്ങനെ ആട്രിബ്യൂഷൻ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരാം. അതിനാൽ തന്നെ ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി ഇവിടെ നിന്നും വ്യൂ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ആട്രിബ്യൂഷൻ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതായത് ഈ സോങ്ങിന്റെ സോഴ്സ്, ആർട്ടിസ്റ്റ്, ഈ ഡീറ്റെയിൽസ് എല്ലാമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം നമുക്ക് കോപ്പി ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഈ സോങ് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. അവർ വേഗത്തിൽ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിൽ സോങ്സ് എല്ലാം ഓഡിയോ ലൈബ്രറിയിൽ നിന്നും ഡൗൺലോഡ് ചെയ്യും. എന്നാൽ ഈ സോങ്ങിന് ആട്രിബ്യൂഷൻ നൽകണോ വേണ്ടയോ എന്ന് അവർ ചെക്ക് ചെയ്തു കാണില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ആട്രിബ്യൂഷൻ ആഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ആട്രിബ്യൂഷൻ ഒന്നും ഇല്ലാത്ത സോങ്സ് മാത്രമായി കാണണമെങ്കിൽ ഇതിനായി ഓഡിയോ ലൈബ്രറിയിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് സെർച്ച് ഓർ ഫിൽറ്റർ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്ന് സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആട്രിബ്യൂഷൻ ഒന്നും ആവശ്യമില്ലാത്ത സോങ്സ് എല്ലാമാണ് കാണിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമായി ഈ സോങ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വീഡിയോയ്ക്ക് നൽകാൻ സാധിക്കും. വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്